ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് അടിപൊളിയായിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 2 നുള്ളു ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പൊന്നും കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കരുത്, ഈ ഒരളവിൽ തന്നെ മതിയാകും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുകയും കൂടെ ചെയ്യാം. എനിക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാനായിട്ട് 6 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ വേണ്ടി വന്നത്. നമ്മൾ ആദ്യമേ ഒത്തിരി വെള്ളമൊക്കെ ചേർത്തിട്ട് കുഴച്ചെടുക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളമൊക്കെ കൂടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഈ മാവ് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ കുറച്ചെങ്കിലും കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാനൊക്കെ നല്ല പാടായിരിക്കും. ഇനി കുഴച്ചെടുത്തിട്ടുള്ള മാവ് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചെറിയ ഹോളിൽ വെച്ചല്ല കേട്ടോ, ഈ ഒരു ഭാഗത്ത് വെച്ചാണ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഒത്തിരി സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിവിടെ തയ്യാറാക്കുന്നത് നല്ല രുചിയുള്ള കിടിലൻ പായസമാണ് കേട്ടോ. എല്ലാവർക്കും തന്നെ നല്ലപോലെ ഇഷ്ടമാകും. നമ്മുടെ ചാനലിൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇത് മുഴുവനും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതിപ്പോൾ നോക്കണ സമയത്ത് ആകെ ഒട്ടിപ്പിടിച്ച പോലെ തോന്നും. അത് സാരമില്ല, നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ശരിയായിക്കോളും. ഇതിനായിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. നെയ്യുടെ അളവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എത്ര വേണേലും കൂടുതൽ ചേർക്കാം. ഇനി നെയ്യൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഗോതമ്പ് പീസസ് ഇല്ലേ, അതാണ് ഇട്ട് കൊടുക്കണത്. ഇനി ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇത് നല്ലപോലെ റോസ്റ്റായി വരുന്നതനുസരിച്ചിട്ട് ആ ഒരു ഒട്ടിപ്പിടിക്കലൊക്കെ മാറിയിട്ട് ഗോതമ്പ് പീസസ് എല്ലാം വിട്ട് വരും. ഈ ഒരു പാകമായ മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട് ഒരു കടായിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. ഇനി പഞ്ചസാരയൊക്കെ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് എടുക്കാം. ഈ സമയം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ബട്ടർ സ്കോച്ച് ഫ്ലേവറിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പായസം തയ്യാറാക്കണത്. നമ്മുടെ പഞ്ചസാരയുടെ ഷെയ്ഡൊക്കെ ചെറുതായിട്ടൊന്ന് മാറുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണേ. കണ്ടോ, ഈ ഒരു പാകമായ മതി. ഒത്തിരി കളർ മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിന് ചെറിയൊരു കൈപ്പുരസൊക്കെ വരും. ഇനി ഇതിലേക്ക് ചേർക്കണത് 2 ക്യൂബ് ബട്ടറാണ്. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഒന്നും ബട്ടറൊക്കെ ഉണ്ടാവണമെന്നില്ലല്ലോ. ബട്ടർ ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിക്കോളൂ. ബട്ടർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കണേ. നമ്മൾ ബട്ടർ ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു പായസം തയ്യാറാക്കുമ്പോൾ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് ചേർക്കണത് പാലാണ്. ഞാൻ 1.5 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ പാലൊഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പഞ്ചസാര കണ്ടോ ഇതുപോലെ കട്ടിയായിട്ട് വരും. അത് കുഴപ്പമില്ല. ഈ പാല് തിളച്ച് തുടങ്ങുമ്പോൾ അതും നമുക്ക് അലിഞ്ഞ് കിട്ടിക്കോളും. ഈ പഞ്ചസാരയൊക്കെ മുഴുവനും മെൽറ്റായി കഴിയണ സമയത്ത് 1.5 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ പാലൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഗോതമ്പ് പീസസ് ഇല്ലേ, അതാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കണത്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം 15 മിനിറ്റ് നേരം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറക്കല്ലേ. അതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യണേ. 15 മിനിറ്റൊക്കെ ആകണ സമയത്ത് നമ്മുടെ ഗോതമ്പൊക്കെ നല്ലപോലെ വെന്തിട്ട് നമ്മുടെ പായസം കുറച്ചും കൂടെ തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. 15 മിനിറ്റ് ആയപ്പോൾ കണ്ടോ നമ്മുടെ പായസമൊക്കെ നന്നായി തന്നെ കുറുകി വന്നിട്ടില്ലേ. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടെ ചേർക്കാം. മൊത്തം നമ്മുടെ ഈ ഒരു പായസത്തിന് വേണ്ടിയിട്ട് 1 ലിറ്റർ പാലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കാം. പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മുടെ പായസത്തിന് ചെറിയൊരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് കൂടെ കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കണത്. ഇപ്പോൾ നിങ്ങൾ ബട്ടറും വാനില എസൻസും ചേർക്കാതെയാണ് നമ്മുടെ ഈ ഒരു പായസം തയ്യാറാക്കണതെങ്കിൽ ഇതിന് പകരമായിട്ട് കുറച്ച് നെയ്യും കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്താൽ മതി കേട്ടോ. അങ്ങനെ തയ്യാറാക്കിയാലും നമ്മുടെ ഈ ഒരു പായസത്തിന് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല, വേറൊരു ടേസ്റ്റ് ആയിരിക്കുമെന്ന് മാത്രം.
ഇതാ ഇത്രേ ഉള്ളൂ നമ്മുടെ ഗോതമ്പ് പായസം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയം കുറച്ച് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ നെയ്യിൽ വറുത്ത് കൂടെ ചേർക്കാം. ഞാൻ പക്ഷേ ചേർക്കണില്ല. ഇങ്ങനെ കുടിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഗോതമ്പ് പൊടിയല്ലേ അത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. ധൈര്യമായി തന്നെ ചെയ്തോളൂ, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. നമ്മുടെ ഈ പായസം ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയേയില്ല. തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ? ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു തവണയിലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്